സംസ്ഥാനത്ത് തെരഞ്ഞെടുപ്പ് ഡ്യൂട്ടിക്ക് വിളിച്ച സ്പെഷ്യൽ പോലീസ് ഓഫീസർമാർക്ക് പ്രതിഫലം കൊടുക്കാതെ കബളിപ്പിക്കുന്നു. സ്റ്റുഡന്റ് പോലീസ് കേഡറ്റ്, NCC, വിരമിച്ച സേനാംഗങ്ങൾ തുടങ്ങി 25,000 പേർക്കാണ് 2,600 രൂപ വെച്ച് കൊടുക്കാനുള്ളത്. മുൻ വർഷങ്ങളിൽ തെരഞ്ഞെടുപ്പ് കഴിയുന്ന ദിവസം തന്നെ നേരിട്ട് കൊടുക്കുന്ന പ്രതിഫലമാണ് 2 ആഴ്ചയായും കൊടുക്കാതിരിക്കുന്നത്. റിപ്പോർട്ടർ ബ്രേക്കിംഗ് വാർത്തയിലേക്കാണ് നമ്മൾ ആദ്യം പോകുന്നത്. ഇക്കഴിഞ്ഞ ഏപ്രിൽ 16-ന് ആഭ്യന്തര വകുപ്പ് പുറത്തിറക്കിയ ഉത്തരവാണിത്. തെരഞ്ഞെടുപ്പ് ഡ്യൂട്ടിക്ക് പോലീസ് ക്ഷാമം പരിഹരിക്കാൻ 25,000 സ്പെഷ്യൽ പോലീസ് ഓഫീസർമാരെ നിയമിക്കാനാണ് ഉത്തരവായത്. 1,300 രൂപ വീതം 2 ദിവസത്തേക്ക് 2,600 രൂപയാണ് പ്രതിഫലം. ഇങ്ങനെ 25,000 പേർക്ക് 6.5 കോടി രൂപ. NCC, സ്റ്റുഡൻസ് പോലീസ് കേഡറ്റ്, വിമുക്ത ഭടന്മാർ, വിരമിച്ച പോലീസ് ഉദ്യോഗസ്ഥർ തുടങ്ങിയവരെയാണ് സ്പെഷ്യൽ പോലീസ് ഓഫീസർമാരായി നിയമിച്ചത്. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ കൈമാറുന്ന പണം പോലീസ് ഹെഡ്ക്വാർട്ടേഴ്സിൽ നിന്ന് അതത് ജില്ലാ പോലീസ് മേധാവികൾക്കാണ് കിട്ടുക. ജില്ലാ, സിറ്റി, റൂറൽ പോലീസ് മേധാവികൾ അത് DYSPമാർക്ക് കൈമാറിയാണ് പോലീസ് സ്റ്റേഷനുകളിലേക്ക് എത്തുന്നതും പിന്നാലെ കൈമാറുന്നതും. ഇത്രയും കാലത്തിനിടയിൽ ഇതുവരെ കൊടുക്കാൻ വൈകിയിട്ടുമില്ല. എന്നാൽ ഇത്തവണ ഇലക്ഷൻ കഴിഞ്ഞിട്ട് ഇത്രയും ദിവസമായിട്ട് ഇതുവരെ ഞങ്ങളുടെ പേയ്മെന്റ് ആയിട്ടില്ല. ചോദിക്കുമ്പോൾ നിങ്ങളുടെ പേയ്മെന്റ് ട്രഷറിയിലായിട്ടുണ്ട് ഉടനെ തന്നെ ആവുമെന്നാണ് പറയുന്നത്. നിങ്ങളുടെ റെമ്യൂണറേഷൻ നാളെ ഉച്ചയാകുമ്പോഴേക്കും വരുമെന്ന് പറഞ്ഞാൽ ഞങ്ങളെ അവിടുന്ന് വിട്ട്. പിന്നെ ഞങ്ങള് പിറ്റേ ദിവസം വന്നപ്പോൾ ഞങ്ങൾക്ക് റെമ്യൂണറേഷൻ അങ്ങനെയൊന്നും ഇതുവരെ വന്നിട്ടില്ല. ആ വിവരം ഒന്നും പറഞ്ഞിട്ടില്ല. ഞങ്ങളോട് 2,500 കിട്ടുമെന്നാണ് പറഞ്ഞത്. എത്രയാണോ എങ്ങനെയാണെന്ന് ഒന്നും അറിയാൻ പാടില്ല ഞങ്ങൾക്ക്. വിവിധ പോലീസ് സ്റ്റേഷനുകളിൽ വഴി ഡ്യൂട്ടി ചെയ്തവരാണ് ഇപ്പോൾ സംസാരിച്ചത്. ഇതുപോലെ സംസ്ഥാനത്തെ എല്ലാ ജില്ലകളിലുമുള്ളവർ പണം എന്ന് കിട്ടുമെന്നറിയാതെ ബുദ്ധിമുട്ടുകയാണ്. എന്തുകൊണ്ടാണ് പണം കിട്ടാത്തതെന്നോ എന്താണ് സാങ്കേതിക തടസ്സമെന്നോ പോലീസോ തെരഞ്ഞെടുപ്പ് ഓഫീസറോ വിശദീകരിക്കുന്നുമില്ല. ഇങ്ങനെ ഡ്യൂട്ടി എടുത്തവരിൽ ഭൂരിപക്ഷവും വിദ്യാർത്ഥികളായതുകൊണ്ട് തന്നെ വളരെ പ്രതീക്ഷയോടെയാണ് അവരിതിനെ കണ്ടത്. എന്നാൽ എന്ന് പ്രതിഫലം കിട്ടുമെന്നറിയാത്തതോടെ ആശങ്കയിലാണവർ. പോലീസ് ഉദ്യോഗസ്ഥരാരും പറയുന്നില്ല എന്തുകൊണ്ടാണ് ഇത് കിട്ടാത്തതെന്ന്. റിപ്പോർട്ടർ TV പ്രസാദ്, ഇൻ റിപ്പോർട്ടർ, തിരുവനന്തപുരം. ഈ വാർത്ത റിപ്പോർട്ട് ചെയ്ത TV പ്രസാദ് തന്നെ തിരുവനന്തപുരത്ത് നിന്ന് ചേരുന്നു. പ്രസാദ്, 2,600 രൂപ വീതം വെച്ചാണ് ഇത്രയധികം ആളുകൾക്ക് കൊടുക്കാനുള്ളത്. ഒരു സാമ്പത്തിക പ്രതിസന്ധി നിലവിലുള്ളത് കൊണ്ടാണോ ഈ തുക നൽകാത്തത്, അല്ലെങ്കിൽ എന്താണ് ഇതിന്റെ വിശദീകരണം? കാരണം തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് ഇത്രയും ദിവസമായല്ലോ. വിനീത, അതിലൊരു വ്യക്തത വരേണ്ടതുണ്ട്. സംസ്ഥാന സർക്കാരിൻ്റെ സാമ്പത്തിക പ്രതിസന്ധി സാധാരണ ഇതിനെ ബാധിക്കേണ്ടതല്ല. കാരണം ഇത്തരം കാര്യങ്ങൾക്കെല്ലാം പണം കൊടുക്കുന്നത് ഇലക്ഷൻ കമ്മീഷനാണ്. കോടികളാണ് ഒരു പൊതു തെരഞ്ഞെടുപ്പിന് വേണ്ടി ഇലക്ഷൻ കമ്മീഷൻ ചെലവഴിക്കുകയും ചെയ്യുന്നത്. സാധാരണ സർക്കാർ സംവിധാനം പോലെയല്ല തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പ്രവർത്തിക്കുന്നത്. അത് ഒരു എണ്ണയിട്ട യന്ത്രം പോലെ വളരെ വേഗത്തിൽ തീരുമാനങ്ങൾ എടുക്കുകയും കൈകാര്യം ചെയ്യുകയും ചെയ്യുന്ന ഒരു രീതിയാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷനെ സംബന്ധിച്ചുള്ളത്. അതുകൊണ്ട് തന്നെ ഈ സംഭവത്തിൽ ഒരു ആശങ്കയുണ്ട്. എന്തുകൊണ്ടാണ് ഇത് വൈകുന്നത് എന്നത് സംബന്ധിച്ച് നിലവിൽ ആഭ്യന്തര വകുപ്പ് പുറത്തിറക്കിയ ഒരു ഉത്തരവ് നമ്മൾ കാണുന്നുണ്ട്. ആ ഉത്തരവ് പ്രകാരം 2,600 രൂപ വെച്ച് 25,000 പേർക്ക്, അങ്ങനെ 6.5 കോടി രൂപ കൊടുക്കാനാണ് ഉത്തരവായിട്ടുള്ളത്. സാധാരണഗതിയിൽ ഇങ്ങനെ ഉത്തരവിറക്കി കഴിഞ്ഞാൽ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ ഉടൻ തന്നെ കിട്ടേണ്ടതാണ്. മുൻ വർഷങ്ങളിലൊക്കെ ഉണ്ടായതിൻ്റെ നടപടിക്രമം നമ്മളിപ്പോൾ വാർത്തയിൽ പറഞ്ഞു. അതായത് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ആ പോലീസ് ഹെഡ്ക്വാർട്ടേഴ്സിലേക്ക് ആ പണം നൽകുന്നു. പോലീസ് ഹെഡ്ക്വാർട്ടേഴ്സ് അതത് ജില്ലാ, റൂറൽ മേധാവികൾക്ക്, ഈ പോലീസ് മേധാവികൾക്ക് പണം കൊടുക്കുന്നു. അവർ DYSPമാർക്ക് കൊടുക്കുന്നു. അവിടെ നിന്ന് പോലീസ് സ്റ്റേഷനുകളിലേക്ക് എത്തുന്നു. ചുരുക്കത്തിൽ തെരഞ്ഞെടുപ്പ് കഴിയുന്നതിന് മുമ്പ് തന്നെ അതാത് ബൂത്തുകളിലെത്തി ഈ സ്പെഷ്യൽ പോലീസ് ഓഫീസർമാരായ ആ സ്കൂൾ പോലീസ് സ്റ്റുഡൻറ്റ് പോലീസ് കേഡറ്റുമാർ, NCC, അതുപോലെ തന്നെ വിമുക്ത ഭടന്മാർ, അവർക്കെല്ലാം പണം വിതരണം ചെയ്യുന്ന ഒരു രീതിയാണ് ഇത്ര കാലം വരെ ഉണ്ടായത്. ഇപ്പോൾ 2 ആഴ്ച കഴിഞ്ഞു. എന്തുകൊണ്ടാണ് ഇത് കിട്ടാത്തതെന്ന് സംബന്ധിച്ച് പോലീസ് ഹെഡ്ക്വാർട്ടേഴ്സിനോ ഇലക്ഷൻ കമ്മീഷൻ്റെ ഓഫീസിൽ നിന്നോ ഒരു വിവരവും കൈമാറുന്നില്ല എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു പ്രധാനപ്പെട്ട പ്രശ്നം. ഇത്രയും നാൾ വൈകിയത് കൊണ്ട് തന്നെ ഇനിയിപ്പോൾ കിട്ടുമോ എന്ന കാര്യത്തിലും സംശയമുണ്ട്. നിലവിലെ സാഹചര്യത്തിൽ മനസ്സിലാക്കിയിട്ടുള്ളത് പോലീസ് ഹെഡ്ക്വാർട്ടേഴ്സിലേക്ക് പണം വന്നിട്ടില്ല എന്നുള്ളതാണ്. അങ്ങനെയെങ്കിൽ അവിടെ എന്തോ ഒരു സാങ്കേതിക തടസ്സമുണ്ട്. ആ സാങ്കേതിക തടസ്സം ഒരുപക്ഷെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പറഞ്ഞതിലധികം ആളുകളെ ഇവിടെ ഉൾപ്പെടുത്തിയോ തുടങ്ങിയ സംശയങ്ങളാണ് ചില പോലീസ് ഉദ്യോഗസ്ഥർ ഉന്നയിക്കുന്നത്. എന്ത് തന്നെയായാലും ജില്ലാ പോലീസ് മേധാവികൾക്കുൾപ്പെടെയുള്ളവർക്ക് ഒരു വിശദീകരണവും പോലീസിന്റെ ഹെഡ്ക്വാർട്ടേഴ്സിൽ നിന്ന് വന്നതുമില്ല. ചുരുക്കത്തിൽ ഈ 2,600 രൂപ പോലീസ് കേഡറ്റുമാരാകട്ടെ, NCC വിദ്യാർത്ഥികളൊക്കെ ആകട്ടെ, അവർ പഠിക്കുന്ന കുട്ടികളാണ്. അവർ ആ സമയം അതാണ് തെരഞ്ഞെടുപ്പ് ഡ്യൂട്ടിക്കായി അവരെ വിനിയോഗിക്കുന്നതും. അവർ ഇതിലൊരു ഡിസിപ്ലിൻഡായ ഫോഴ്സ് എന്ന രീതിയിൽ പരിഗണിച്ചുകൊണ്ട് തന്നെയാണ് അവരെ ഉൾപ്പെടെ, അതായത് കുട്ടികളെ ഉൾപ്പെടെയാണ് ഇത്തരത്തിൽ പറ്റിച്ചിരിക്കുന്നത്, അല്ലേ?
അതെ, അതാണ് അതിലൊരു സങ്കടകരമായ ഒരു കാര്യം വിനീത. സാധാരണഗതിയിൽ ഇങ്ങനെയുള്ള കുട്ടികൾ, വിദ്യാർത്ഥികൾ ഇത്തരം ഡ്യൂട്ടിക്ക് പോയി അവർക്കൊരു പണം കിട്ടുമെന്നൊക്കെ നേരത്തെ അവരോട് പറയുമ്പോൾ വളരെ പ്രതീക്ഷ അർപ്പിച്ചായിരിക്കും അവർ ആ ഡ്യൂട്ടി ചെയ്തിട്ടുമുണ്ടാവുക. അത് കഴിഞ്ഞ് 2 ആഴ്ചയിലേറെയായി ഒരു വിവരവുമില്ലാതെ പോലീസ് സ്റ്റേഷനിലേക്ക് വിളിക്കുമ്പോൾ ഇന്ന് കിട്ടും നാളെ കിട്ടുമെന്ന് പറയുന്നതല്ലാതെ വേറൊരു നടപടിയും അതിലില്ല എന്നുള്ളത് ഒരു സങ്കടകരമായ ഒരു കാഴ്ച തന്നെയാണ്. ഇതിനെ സംബന്ധിച്ചൊരു പ്രധാനപ്പെട്ട പ്രശ്നം പോലീസിലെ ക്ഷാമമാണ് ഇങ്ങനെ സ്പെഷ്യൽ പോലീസ് ഓഫീസർമാരായി ഇവരെയൊക്കെ നിയമിക്കാനുള്ള കാരണമായിട്ട് പോലീസ് പറയുന്നതും അങ്ങനെയാണ് ആഭ്യന്തര വകുപ്പ് ഉത്തരവിറക്കുന്നതും. സ്വാഭാവികമായി ഇലക്ഷനുമായി ബന്ധപ്പെട്ട എല്ലാ ചെലവുകളും വാരിക്കോരി കൊടുക്കുന്ന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ എന്തുകൊണ്ടാണ് സ്റ്റുഡൻറ് പോലീസ് കേഡറ്റ് ഉൾപ്പെട്ട ഈ സംഘത്തിന് പണം കൊടുക്കാത്തത് എന്നത് സംബന്ധിച്ചാണ് വലിയ ആശങ്കയും സംശയവും ഒപ്പം സങ്കടവും നിലനിൽക്കുന്നത് വിനീത. ശരി, ഏതായാലും നമ്മുടെ ഈ റിപ്പോർട്ടോടെ ഇതിലൊരു അടിയന്തര ഇടപെടൽ നമ്മൾ പ്രതീക്ഷിക്കുകയാണ്. 2600 രൂപ വീതം വെച്ച് ഏതാണ്ട് 25,000-ഓളം പേർക്കാണ്. വിരമിച്ച സേനാംഗങ്ങളുണ്ട്, NCC കേഡറ്റ്സ് ഉണ്ട്, സ്റ്റുഡൻറ് പോലീസ് കേഡറ്റ്സ് ഉണ്ട്. അത്തരത്തിൽ തെരഞ്ഞെടുപ്പ് ഡ്യൂട്ടി ചെയ്തവർക്കാണ് ഇത്രയും അധികം തുക കൊടുക്കാനുള്ളത്. കഴിഞ്ഞ കാലങ്ങളിലൊക്കെ പ്രസാദ് പറഞ്ഞതുപോലെ തെരഞ്ഞെടുപ്പ് കഴിയുന്ന ദിവസം തന്നെ ഈ പ്രതിഫലം കൊടുക്കാറുണ്ട്. എന്നാൽ 2 ആഴ്ച കഴിഞ്ഞിട്ടും ഇത് കൊടുക്കാത്ത സാഹചര്യം. എന്താണ് ഇതിന് പിന്നിൽ എന്ന് തന്നെയാണ് ഇനി അറിയേണ്ടത്. ഏതായാലും അടിയന്തര ഇടപെടൽ നമ്മൾ പ്രതീക്ഷിക്കുകയും ചെയ്യുന്നു.